നമസ്കാരം. വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 കറണ്ട് അഫയേഴ്സിനെ മെയിൻ ഫോക്കസാക്കി വെച്ചുകൊണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ സീരീസാണ് സമ്മപ്പ് 2023 എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് SSC, ബാങ്ക്, അതുപോലെ അപ്കമിങ് എക്സാംസ്, GD എക്സാംസ്, അതുപോലെ തന്നെ ALT എക്സാംസിൻ്റെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സാംസിൻ്റെ പാറ്റേൺ നമുക്കറിയാം. കറണ്ട് അഫയേഴ്സിൽ സ്ഥിരമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടുവരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾസ്, ഇപ്പോൾ അതുപോലെ മിലിറ്ററി എക്സസൈസ് 2023 അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വർഷത്തിലെ മിലിറ്ററി എക്സസൈസുകൾ ഏതൊക്കെയാണ്, ഗവൺമെൻറ് സ്കീമുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇൻഡെക്സുകൾ, അതുപോലെ GI ടാക്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ബുക്സ് ആൻഡ് ഓതേഴ്സ് പോലെയുള്ള ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്, പഠിച്ചെടുക്കാനും കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് അത് ടാക്കിൾ ചെയ്യാം എന്നതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ പേര് ഷബാന. അപ്പോൾ ഞാനായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് നോക്കാം. ആദ്യം ഇന്ന് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ജോഗ്രഫിക്കൽ GI ടാഗുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഓരോ സ്റ്റേറ്റിലും കിട്ടിയിരിക്കുന്ന GI ടാഗുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നതിനെ പറ്റി ഒരു ബേസിക് അവയർനെസ് അല്ലെങ്കിൽ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ എന്താണ് GI ടാഗ്? GI ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏറ്റവും എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പാലക്കാടൻ മട്ട അല്ലെങ്കിൽ കോഴിക്കോടൻ ഹൽവ, അങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രം കിട്ടുന്ന ചില വസ്തുക്കൾ ഉണ്ടാവുമല്ലോ. ഫുഡ് ഐറ്റം ആവാം, അല്ലെങ്കിൽ ചില വസ്തുക്കളായിരിക്കാം. ഇപ്പോൾ കൊലാപുരി ചപ്പൽ, നമ്മുടെ ചെരുപ്പ്, അതൊക്കെ ആ ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ ഫാബ്രിക്കുകൾ, തുണികൾ, അങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ എൻവിറോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിലോ മാൻമെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റുകളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഒരു കമ്മ്യൂണിറ്റി, ഒരു സ്ഥലത്തിലുള്ള ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുക്കളും ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഈ ഒരു വസ്തു ഈ ഒരു സ്ഥലത്ത് മാത്രം അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിന് പല ക്വാളിറ്റികളും പല സവിശേഷതകളും ഉണ്ട്. അപ്പോൾ അത് ആ ഒരു സ്ഥലത്ത് മാത്രം ബിലോങ് ചെയ്യുന്നു. അതിനെ എന്താ പറയുക, ഫ്രോഡിലൻ കേസുകൾ അല്ലെങ്കിൽ ഫ്രോഡായിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ പേറ്റൻറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ എന്തെങ്കിലും ഒരു മരുന്നുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഇൻവെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ പേറ്റൻറ്റ് ആക്ട് പ്രകാരം പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്യും. പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് പ്രൊസീജിയറാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ കണ്ടുപിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് പേറ്റൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇനി ആ ഒരു പെർട്ടിക്കുലർ വസ്തു അല്ലെങ്കിൽ എന്താണ് അയാളുടെ കണ്ടുപിടുത്തം എന്നുള്ളത് ബാക്കി വേറൊരാൾക്ക് എടുക്കാൻ പറ്റത്തില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ പോലെ. അപ്പോൾ അതേപോലെയാണ് ഈ GI ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ GI ടാഗ് കൊടുക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് നാച്ചുറലി നമ്മുടെ എൻവിറോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വസ്തുക്കളായിരിക്കാം. വെദർ നാച്ചുറൽ അല്ലെങ്കിൽ മാൻമെയ്ഡ്, ഇതുപോലെ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇപ്പോൾ തുണികൾ, അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റുകൾ, കാർവിങ്സുകൾ, മെറ്റലുകളിൽ തീർത്തെടുക്കുന്നത് അല്ലെങ്കിൽ തടികളിൽ തീർത്തെടുക്കുന്നത്, അങ്ങനെയുള്ള വസ്തുക്കളും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊരു പെർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം ബിലോങ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി എന്താ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്വാളിറ്റി, റെപ്യൂട്ടേഷൻ ഓർ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ ഡ്യൂ ടു ദാറ്റ് ഒറിജിൻ, ആ ഒരു സ്ഥലത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ മറ്റുള്ള പ്രൊഡക്ട്സിൽ നിന്നും സവിശേഷമാക്കുന്ന ചില ക്വാളിറ്റീസ് ഉള്ള പ്രൊഡക്റ്റിനാണ് GI ടാഗ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഈ GI ടാഗ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ആക്ട് പ്രകാരമാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ആക്ട് ആയിരിക്കും? ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1999 നമ്മൾ ആദ്യമായിട്ട് ഈ ആക്ട് പാസ്സാക്കുന്നതും അതിനുശേഷമാണ് ആക്റ്റീവ്ലി നമ്മൾ ഇതുപോലെ ഓരോ പ്രൊഡക്ട്സിന് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് തിരിച്ചറിഞ്ഞ് റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ GI ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുഡ് സ്റ്റഫ്, ഭക്ഷണ സാധനങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ക്രോപ്പുകൾ, അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റുകൾ, വൈൻ, അതുപോലെയുള്ള സ്പെഷ്യൽ ഡ്രിങ്കുകൾക്കായിരിക്കാം, അല്ലെങ്കിലോ ഇതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ GI ടാക്സ് കൊടുക്കാറുണ്ട്. അടുത്തത് ഈ GI ടാഗ് എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ GI ടാഗ് ഒരു വസ്തുവിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 10 വർഷത്തേക്കാണ് അത് വാലിഡ് ആയിട്ടുള്ളൂ. അപ്പോൾ പേറ്റന്റ് പോലെ അല്ല, ഇതൊരു 10 വർഷത്തേക്ക് വാലിഡ് ആയിട്ടുള്ളൂ. 10 വർഷത്തിന് ശേഷം എന്ത് ചെയ്യണം, ഇത് റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതുപോലെ പിന്നെയും അപ്രൂവ് ചെയ്തിട്ട് പിന്നെയും അത് റിന്യൂ ചെയ്തിട്ട് GI ടാഗ് പിന്നെയും കൊടുക്കും. ഓക്കെ, ഇനി നമ്മുടെ ഈ ആക്ട് പാസ് ചെയ്തതിന് ശേഷം 1999 ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ GI ടാഗ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡാർജിലിംഗ് ടീ ആണ്. 2004-5 ഒരു ടൈമിലാണ് കിട്ടുന്നത്. ഡാർജിലിംഗ് ടീ ആണ്. നമുക്ക് ഫോട്ടോയിൽ കാണാൻ പറ്റും. ഡാർജിലിംഗ് ഗ്രീൻ ആൻഡ് വൈറ്റ് ടീ റിസീവ്ഡ് GI ടാഗ്. ആ സമയത്ത് വന്ന ഒരു ന്യൂസാണ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് അതുപോലെ തന്നെ ടീ ലീവ്സ് കളക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അത് ആ പൗഡർ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ ഒരു ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രം ഇൻഡിജീനിയസ് ആയിട്ട് ആ ഒരു സ്ഥലത്ത് മാത്രം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടീക്ക് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, GI ടാഗ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഓരോരോ സ്റ്റേറ്റുകളിലായിട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റും എല്ലാ യൂണിയൻ ടെറിട്ടറീസും കവർ ചെയ്യേണ്ട കാര്യമില്ല. 2023 ഏതൊക്കെ പ്രൊഡക്ട്സിന് കിട്ടിയോ ആ സ്റ്റേറ്റുകൾ മാത്രം കവർ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ നമുക്ക് ടോട്ടൽ 6 GI ടാഗ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ബസോളി പെയിൻറ്റിങ്. അപ്പോൾ ഒരു പെയിൻറ്റിംഗ് ആണ്, ഹാൻഡിക്രാഫ്റ്റ് കാറ്റഗറി. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു കാര്യമല്ലേ, അപ്പോൾ അത് ഹാൻഡിക്രാഫ്റ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബസോളി പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ പ്രത്യേകത നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ അത് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പല വിഭാഗത്തിൽ GI ടാഗ് കൊടുക്കും. അതിൽ ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിൽ GI ടാഗ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ പ്രൊഡക്റ്റാണ് ബസോളി പെയിൻറ്റിങ്. അപ്പോൾ ഫസ്റ്റ് product to get GI tag in handicraft category. Okay. ഹാൻഡിക്രാഫ്റ്റ് കാറ്റഗറിയിൽ GI ടാഗ് കിട്ടുന്ന ആദ്യത്തെ പ്രൊഡക്റ്റാണ് ബസോളി പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പെയിൻറ്റിംഗ് ഏത് സ്റ്റൈലിലാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് സ്റ്റൈലിലാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ പഹാടി അല്ലെങ്കിൽ പഹാരി. ഓക്കെ, എഴുതുന്നത് ഇങ്ങനെയാണ്, പഹാരി മിനിയേച്ചർ പെയിൻറ്റിംഗ് സ്റ്റൈലിലാണ് ഇത് എഴുതുന്നത്. പ്രത്യേകതകൾ വളരെ ബോൾഡ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റെഡ് കളർ ബോർഡർ കാണുന്നില്ല നിങ്ങൾ, ഈ റെഡ് കളർ ഔട്ട്ലൈൻ, ഈ ബോർഡർ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ 3 പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ഏത് പ്രൊഡക്റ്റ് ഏത് സ്റ്റേറ്റിൽ ബിലോങ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബാക്കി പോയിന്റ്സ് എല്ലാം എക്സ്ട്രാ പോയിന്റ്സ് ആണ്, നിങ്ങൾ പഠിച്ചെടുക്കുക. അടുത്തതെന്ന് പറയുന്നത് രജൗരീസ് ചിക്കിരി വുഡ് ക്രാഫ്റ്റ്. ഇതുപോലെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മരത്തിൽ ചെയ്തെടുക്കുന്ന ഒരു എന്താ പറയുക ഒരു കലയാണ്, ആർട്ട് ഫോമാണിത്. രജൗരി എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ഒരിക്കലും എക്സാമിനർ ഒരിക്കലും രജൗരീസ് വുഡ് ക്രാഫ്റ്റ് അങ്ങനെ ഒരിക്കലും ചോദിക്കത്തില്ല. കാരണം ഇപ്പം നമുക്കറിയത്തില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലെ നമുക്കറിയാമല്ലോ ജമ്മു ആൻഡ് കാശ്മീരിൽ വരുന്ന ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് രജൗരി എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങളെപ്പോഴും ചിക്കിരി വുഡ് ക്രാഫ്റ്റ് തന്നെ എടുത്ത് പഠിക്കണം. ചിക്കിരി വുഡ് ക്രാഫ്റ്റ്. ഓക്കെ, ചിക്കിരി വുഡ് ക്രാഫ്റ്റ് തടികളിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ വസ്തുക്കളാണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി അവർ ചെയ്യുന്നത് ഇതുപോലെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ നേച്ചുറലായിട്ട് ഒത്തിണങ്ങി പോകുന്ന രീതിയിലുള്ള എന്താ പറയുക ഇലകൾ, പൂക്കൾ, ഫ്ലവേഴ്സ്, ബേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പ്രൊഡക്റ്റ് പഠിക്കാനുള്ളത് ഒരു ഫുഡ് ക്രോപ്പാണ്. ഇത് അനന്ത്നാഗ് മുഷ്ക് ഭുജി റൈസ്. അപ്പോൾ ഈ അനന്ത്നാഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അനന്ത്നാഗ് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് അനന്ത്നാഗ് എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ മുഷ്ക് ഭുജി റൈസ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ എങ്കിലും മുഷ്ക് ഭുജി റൈസ് എന്ന് തന്നെ എടുത്ത് പഠിക്കുക. അപ്പോൾ ഈ റൈസ് വെറൈറ്റി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ കുഞ്ഞു അരികളാണ്. കണ്ടോ, ചെറുമണി അരികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ചെറിയ അരികളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുഡ് കുക്ക് ചെയ്തതിന് ശേഷം ഭയങ്കര ഫ്ലേവറാണ്, ഭയങ്കര അരോമയാണ്, നല്ല മണമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ, ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ ക്ലൈമറ്റൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയുമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻസിൽ മാത്രമേ ഇത് നന്നായിട്ട് വളരുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതിന് GI ടാഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിച്ച് വരുമ്പോൾ ഇതുപോലെ ഇപ്പോൾ മുഷ്ക് ഭുജി റൈസ് പഠിച്ചതുപോലെ തന്നെ വേറെ സ്റ്റേറ്റുകൾ വരുന്ന സമയത്ത് ബാക്കി ഒത്തിരി റൈസ് വെറൈറ്റികൾ, അതുപോലെ മാംഗോ വെറൈറ്റികൾ, വേറെ ഐറ്റംസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങളത് സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി എഴുതി വെക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും എല്ലാം കൂടെ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഭാദർവ രാജ്മ. അപ്പോൾ ഫുഡ് ഐറ്റത്തിൽ വരുന്ന വേറൊന്നാണ് ഭാദർവ രാജ്മ എന്ന് പറയുമ്പോൾ ഈ ലെഗ്യൂംസ് പയർ വർഗ്ഗത്തിൽ വരുന്ന ഒരു ഫുഡാണ്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫുഡ് ഐറ്റമാണ് ഭാദർവ രാജ്മ എന്ന് പറയുന്നത്, ഈ രാജ്മ ചാവൽ. അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ ഇത് റെഡ് ബീൻസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. റെഡ് ബീൻസ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ ചിനാബ് വാലിയിലാണ് ഇത് കൂടുതലും കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ചിനാബ് വാലിയിലാണ് കൂടുതലും കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവരുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന, ഇന്റർകണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് രാജ്മ എന്ന് പറയുന്നത്. ന്യൂട്രീഷ്യസ് ആണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് രംബൻ സുലായി ഹണി അല്ലെങ്കിൽ സുലായി ഹണി എന്ന് പഠിക്കുക. കാരണം രംബൻ എന്ന് പറയുന്നത് എഗെയിൻ ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ്, അതുകൊണ്ട് സുലായി ഹണി എന്ന് പഠിക്കണം. ഹണി എന്താ പറയുക, ഇതുപോലെ ഓർഗാനിക് ആണ്, നാച്ചുറൽ ആണ്,
അതിൻ്റെ ഫ്ലേവർ, ടെക്സ്ചർ, ടേസ്റ്റ് ഒക്കെയാണ് ബാക്കിയുള്ള തേനുകൾ, ബാക്കിയുള്ള ഹണിയിൽ നിന്നും ഇതിനെ എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമാക്കുന്നത്. ഇനി ഒരു കുഞ്ഞു ബാക്ക് സ്റ്റോറി പറയാനാണെങ്കിൽ 2015 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇപ്പോഴും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി സർ ബ്രിട്ടൻ വിസിറ്റ് ചെയ്ത സമയത്ത് അന്നത്തെ അവിടുത്തെ റൂളറായിരുന്ന ക്വീൻ എലിസബത്തിന് ഒരു പ്രസൻറ്റ് എന്നുള്ള രീതിയിൽ ഈ സുലായി ഹണി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അഗ്രികൾച്ചർ ഫീൽഡിൽ വരുന്നതാണ്, കാറ്റഗറിയിൽ വരുന്നതാണ് സാഫ്രോൺ ഓഫ് കിഷ്ത്വാർ. സാഫ്രോൺ ഓഫ് കിഷ്ത്വാർ. കിഷ്ത്വാർ എന്ന് പറയുന്നത് എന്താ? കിഷ്ത്വാർ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കശ്മീരിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ്. അപ്പോൾ എഗെയിൻ ക്വസ്റ്റ്യൻ എക്സാമിനർ ഒരിക്കലും സാഫ്രോൺ എവിടത്തെയാണെന്ന് ചോദിക്കാൻ പോകുന്നില്ല. കിഷ്ത്വാർ ഓഫ് സാഫ്രോൺ എന്ന് ചോദിച്ചാലോ, കിഷ്ത്വാർ നമുക്ക് ജമ്മു ആൻഡ് കശ്മീരിൽ ബിലോങ് ചെയ്യുന്നു എന്നറിയാം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല. ഇനി നിങ്ങൾക്ക് എങ്ങാനും ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്നും ഏത് പ്രൊഡക്റ്റിനാണ് GI ടാഗ് കിട്ടാത്തത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കിത് പറയാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങളത് ആ ഒരു രീതിയിൽ മാത്രം ഇത് ഓർത്ത് വെച്ചാൽ മതിയാവും. ഇതുപോലെ വളരെ എക്കോണമിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ സാഫ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് പറയാനാണെങ്കിൽ. ഇതുപോലെ ഡൈജഷന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. അതുപോലെ തന്നെ സെഡേറ്റീവ് ആണ്, മൈൽഡ് സെഡേറ്റീവ് ആണ്. സെഡേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, സീനസിനെ ഒന്ന് ഡിപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻസിനെ, കോഗ്നേറ്റീവ് ഫംഗ്ഷൻസിനെ ഒന്ന് ഡിലേ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സാഫ്രോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഉറക്കം പെട്ടെന്ന് വരാൻ അല്ലെങ്കിൽ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുങ്കുമപ്പൂ ഇട്ട് പാലൊക്കെ കുടിക്കുന്നവരുണ്ട്. ഓക്കെ, അതിന് മുൻപായിട്ട് നമുക്ക് ഇതെങ്ങനെ ഇനി പഠിക്കുക, ഇതെങ്ങനെ ഓർത്ത് വയ്ക്കുക, 6 GI ടാഗ്സ് ഉണ്ട്. ഇപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നുള്ളത് കോഡ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കോഡ് ഡെവലപ്പ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പഠിക്കാൻ നിങ്ങൾക്ക് 2 പേര് വേണം. 2 കുട്ടികൾ എങ്ങനെ വേണമെങ്കിലും ഓർത്ത് വയ്ക്കാം. ഒരാളുടെ പേര് ചീക്കു, രണ്ടാമത്തെ കുട്ടിയുടെ പേര് സുലൈ. ചീക്കു ആൻഡ് സുലൈ. അപ്പോൾ ചീക്കു എന്ത് ചെയ്യുക, ചീക്കു ഇതുപോലെ ഹോളി കളിക്കുക. അപ്പോൾ ഹോളി ദിവസമാണ്, ഹോളി കളിക്കുന്നത് സാധാരണ നമ്മൾ കളർ പൊടികൾ വെച്ചിട്ടാണ് ഹോളി കളിക്കുന്നത്. പക്ഷേ ചീക്കു എന്തുകൊണ്ടാണ് കളിക്കുന്നത്? ഈ സാഫ്രോണിൻ്റെ കുങ്കുമല്ലേ ഈ സാഫ്രോൺ എന്ന് പറയുന്നത്, ഈ കുങ്കുമപ്പൊടി, ആ ഒരു ചുവന്ന കളർ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, റെഡ് കളർ. അപ്പോൾ ആ ഒരു സാഫ്രോണിൻ്റെ പൊടി, ആ ഒരു റെഡ് കളർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോളി കളിക്കുന്നത്. ഇപ്പോൾ സുലായി വരുന്നു, സുലായിക്ക് ഇങ്ങനെ ഹോളി നമ്മൾ കളിക്കൂലേ, അതുപോലെ കളർ തൊട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ സാഫ്രോൺ എന്ന് പറയുന്നത് വളരെ വില കൂടിയ ഒരു സംഭവമാണ് അല്ലേ, ഒത്തിരി പൈസയാണ് അതിന്. അപ്പോൾ വളരെ പ്രയാസപ്പെട്ട് എന്നുള്ളതിൻ്റെ മലയാളത്തിൻ്റെ ഹിന്ദി വാക്കെന്ന് പറയുന്നത് മുഷ്കിൽ എന്നാണ് വരുന്നത്. അപ്പോൾ മുഷ്കിൽ, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. മുഷ്കിൽ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് അല്ലേ, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഹോളി കളിക്കുന്ന സമയത്ത് വാ എന്ന് പറയുന്നു, വാ അരേ വാ, അല്ലെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അടിപൊളി, കിടു എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പോൾ വാ എന്ന് പറയുന്നു, വാ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ GI ടാഗ്സ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ചീക്കു, ആദ്യത്തെ 2 ആളുകളുടെ പേര് പറഞ്ഞിരുന്നു, ചീക്കു ആൻഡ് സുലായി. അപ്പോൾ ചീക്കു എന്നുള്ളതിൽ നിന്ന് ചിക്കിരി വുഡ് ക്രാഫ്റ്റ് നിങ്ങൾ ഓർത്തെടുക്കാൻ ട്രൈ ചെയ്യണം, ചിക്കിരി വുഡ് ക്രാഫ്റ്റ്. സുലായി എന്ന് പറയുമ്പോൾ സുലായി ഹണിയാണ്. അടുത്തത് ഹോളി കളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഹോളി കളിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബസോളി പെയിൻറ്റിംഗ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ബസോളി നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക, ബസോളി. അപ്പോൾ ബസോളി പെയിൻറ്റിംഗ് ആയി. അതിനുശേഷം എന്താ, സാഫ്രോൺ ആണ്. അപ്പോൾ അത് ഓർമ്മ വരും, സാഫ്രോൺ കളർ പൊടി സാഫ്രോൺ ആണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മുഷ്കിൽ എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ട്, അപ്പോൾ അതിൽ നിന്ന് മുഷ്ക് ബുജ്ജി റൈസ്. ഓക്കെ, മുഷ്ക് ബുജ്ജി. അതിനുശേഷം വാ എന്ന് പറഞ്ഞു, വാ അതായത് അടിപൊളി. അപ്പോൾ അതെന്താ, ഭാദ്രവ രാജ്മയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഓർത്തെടുക്കുക, അല്ലെങ്കിൽ പുതിയ കോഡ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് വരാന്ത റേസിലെ 6th ലെവൽ പ്രാക്ടീസസിനെ പറ്റിയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വരാന്ത റേസിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഡിഫറെൻറ്റ് തരത്തിലുള്ള പ്രാക്ടീസ് ലെവലിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 ലെവൽസാണ് പറയാനുള്ളത്. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ബേസിക് ക്ലാസ്സുകളാണ്. കൺസെപ്റ്റ് നമ്മുടെ SSC അല്ലെങ്കിൽ ബാങ്ക് ഏത് കോഴ്സാണ് കുട്ടി ഓപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് സിലബസ് മൊത്തം കവർ ചെയ്തുകൊണ്ട് നമ്മൾ കൺസെപ്റ്റ് എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ബേസിക് ക്ലാസ്സസ് ആണ് ആദ്യം പോകുന്നത്. അതിനുശേഷം കുട്ടികളെ ബേസിക് സർക്കിളായിട്ട് തരംതിരിക്കുന്നു. അതിനുശേഷം സർക്കിളിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ച് കണ്ടുവരുന്ന ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഒരുമിച്ചിരുന്ന് സർക്കിളിൽ ഇരുന്ന് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കുട്ടികൾ ഇൻറ്ററാക്റ്റീവ് ആണ്. അപ്പോൾ കുട്ടികളുടെ പല മെത്തേഡ്സും നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ബേസിക് സർക്കിൾ എന്ന് പറയുന്നത്. ഈ ബേസിക് സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. ആ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആവുകയാണെങ്കിൽ, ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എന്താവുന്നു, എക്സ്ട്രീം ബാച്ചിലേക്ക് ആ കുട്ടി
പ്രൊമോട്ടഡ് ആവുന്നു. അപ്പോൾ എക്സ്ട്രീം സർക്കിൾ അല്ലെങ്കിൽ എക്സ്ട്രീം ബാച്ച്, എക്സ്ട്രീം സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളവിടെ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സൂപ്പർ ബാച്ച്. സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത് അപ്കമിങ് എക്സാംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ SSC ആണെങ്കിലും അതുപോലെ തന്നെ ബാങ്ക്, റെയിൽവേ, ഏത് എക്സാംസ് ആണെങ്കിലും അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനും ഇതുപോലെ എലിജിബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ആ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രാക്ടീസ് ലെവൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷമുള്ളതാണ് റിപ്പ്, 5ാമത്തെ ലെവലാണ് റിപ്പ്. റിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻസ് മോക്ക് സെക്ഷൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമിന് നമ്മൾ ഒരു എക്സാം ഹാളിൽ പോയിട്ട് എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, ആ ഒരു ടൈം മാനേജ്മെൻറ്റ്, ഒരു പങ്ക്ച്വാലിറ്റി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, എക്സാം എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ പറ്റി അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മോക്ക് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഇതുപോലെ ടയർ 1, ടയർ 2 ഒക്കെ ക്വാളിഫൈ ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് ആ ഒരു എക്സാമിന് ഇതുപോലെ ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് ടു സ്റ്റാർട്ട് നമ്മൾ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ വരാന്ത റേസിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന 2 നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഓഫ്ലൈൻ ബാച്ചസ് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ബാച്ചസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കായിട്ട് സാറ്റർഡേ സൺഡേ ബാച്ചസും അവൈലബിൾ ആണ്. അതുപോലെ ഓൺലൈൻ ബാച്ചസും ഉണ്ട്. അപ്പോൾ 2 നമ്പേഴ്സിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ലഡാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ 6 ടാഗ് പഠിച്ചു. അടുത്തത് ലഡാക്കാണ്. ലഡാക്കിൽ 4 GI ടാഗ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് എന്താ, ലഡാക്സ് വുഡ് കാർവിംഗ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ പഠിച്ച വുഡ് കാർവിങ്ങിൻ്റെ പേരെന്തായിരുന്നു, അത് ചിക്കരി വുഡ് ക്രാഫ്റ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ മറന്നു പോരുത്, ലഡാക്കിൽ പഠിക്കുന്നത് എന്താ, ലഡാക്ക് ഷിൻസ്കോസ്. വേറൊരു പേരെന്ന് പറയുന്നത് ലഡാക്ക് ഷിൻസ്കോസ് എന്നാണ് പേര്. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ബസോളി പെയിൻറ്റിങ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ലഡാക്ക് ഷിൻസ്കോസ് എന്ന് പറയുന്നത് ലഡാക്കിൽ GI ടാഗ് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് എടുക്കുകയാണെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിൽ ഇതുപോലെ GI ടാഗ് കിട്ടിയിരിക്കുന്ന പ്രൊഡക്ട്സിൽ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ എന്താണ്, ലഡാക്ക് ഷിൻസ്കോസ് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ അവിടെ നമ്മൾ ചെയ്തിരുന്നത് നാച്ചുറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കാര്യങ്ങളായിരുന്നു അവിടെ നമ്മൾ കാർവ് ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഗോഡ്സ്, അതുപോലെ തന്നെ അനിമൽസ്, പിന്നെ നേപ്പാളിൻ്റെ ആ ഒരു ടച്ചൊക്കെ വരുന്നതുകൊണ്ട് ഡ്രാഗൺസ്, അനിമൽസ്, ലയൺ, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ആയിരിക്കും അവർ കൂടുതലും ചെയ്യുന്നത്. ഇനി ഇത് പഠിക്കുമ്പോൾ തന്നെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു വ്യക്തിയുടെ പേരാണ് സെറിങ് നാംഗ്യാൽ. അപ്പോൾ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഓർത്തിരിക്കാൻ ട്രൈ ചെയ്യാം. സെറിങ് നാംഗ്യാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വുഡ് ക്രാഫ്റ്റ് ചെയ്തു വരുന്നത് ഒരു പ്രത്യേകപ്പെട്ട കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫാമിലി, ഒരു ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടല്ലോ, ഒരു ജോലി ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗം അങ്ങനെ. അപ്പോൾ അതേപോലെ എന്താ പറയുന്നത്, ഈ ഒരു കലയെ ഇത്രയും അധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ഫാമിലിയുടെ മെമ്പറാണ് സെറിങ് നാംഗ്യാൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള കലകൾ, വിവിധ ആർട്ട് ഫോംസ്, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആദരസൂചകമായിട്ട് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആദരസൂചകമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 2022 പുള്ളിക്കാരന് പത്മശ്രീ കിട്ടുന്നത്, 2022. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2022 പത്മശ്രീ കിട്ടുന്നു, 2023 പ്രൊഡക്റ്റ് GI ടാഗ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പറയാനുള്ളത് സീ ബക്തോൺ ആണ്. സീ ബക്തോൺ എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ, ഇപ്പോൾ ലഡാക്ക് എന്ന് പറഞ്ഞാൽ കോൾഡ് ഡെസേർട്ട് അല്ലേ, അപ്പം മരുഭൂമി. അപ്പോൾ അവിടെ ബക്തോൺ, തോണെന്ന് പറയുമ്പോൾ മുള്ള്, അപ്പോൾ മുൾച്ചെടികൾ അങ്ങനെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുക. സീ ബക്തോൺ എന്ന് പറയുന്നത് ഒരു ചെടിയാണ്, ഇതുപോലെ ഒരു ഫ്രൂട്ടാണ്. അതിൽ നിന്ന് കിട്ടുന്ന സീഡാണ് ഈ സീഡ്, അതുപോലെ തന്നെ സീഡിൽ നിന്ന് കിട്ടുന്ന ഓയിൽസ്. അപ്പോൾ ഇതിൽ ഒത്തിരി എന്താ പറയുക വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് ഒത്തിരി എന്താ പറയുക ഏജ്, നമ്മുടെ വയസ്സാവുന്നില്ലേ, അപ്പോൾ ഏജ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ കുറഞ്ഞ് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ കെൽപ്പുള്ള കുറച്ച് വസ്തുക്കളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈവൻ ദോ അത് പ്രൂവ് ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിൽ കൂടെ ട്രഡീഷണലി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സീ ബക്തോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. അടുത്തത് പറയാനുള്ളത് പശ്മിന വൂളാണ്. അപ്പോൾ ഒരു വൂൾ ഷോളാണ് നമുക്ക് കണ്ടാൽ അറിയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വൂൾ ഉണ്ടാക്കുന്നത് ഏത് അനിമൽ ഫൈബറിൽ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗോട്ട് വെറൈറ്റിയാണ്. ചാങ്ടാങ് എന്നാണ് പേര്, ഞാൻ എഴുതാം. ചാങ്താങ്ങി ഗോഡ് വെറൈറ്റിയിൽ നിന്നാണ് ഇവരിത് ചെയ്തെടുക്കുന്നത്. വളരെ സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ ഹീറ്റിനെയൊക്കെ നന്നായിട്ട് ട്രാപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പശ്മിന വൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലഡാക്ക് അപ്രിക്കോട്ട് ഒരു ഫ്രൂട്ടാണ്. അപ്രിക്കോട്ട് ഇതുപോലെ ഒത്തിരി കെരാറ്റിനോയിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ലഡാക്ക് അപ്രിക്കോട്ട് ഒന്നും ചോദിക്കില്ല, പക്ഷെ അറിഞ്ഞിരുന്നാൽ മതി. ഏതൊക്കെ കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയണം. ഓക്കെ, ഇനി ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത്
നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഓർത്തിരുന്നാൽ മതി, പറയാം എന്തായാലും. അപ്പോൾ 4 പ്രൊഡക്ട്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഒരാളെ ഇമാജിൻ ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലഡാക്കിൽ ഒരാൾ ഇമാജിൻ ചെയ്യുന്നു, എന്ത് വേണേലും പേരെടുക്കാം. പക്ഷേ ഇവിടെ ആമിന എന്നാണ് പേരെടുക്കുന്നത്. ഓക്കെ, ആമിന, ആമിനത്താത്ത എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആമിന എന്നാണ് പേരെടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്താണ്, ആപ്രിക്കോട്ട് കഴിക്കാൻ കൊതിയാവുന്നു അല്ലെങ്കിൽ ആഗ്രഹം വരുന്നു. അപ്പോൾ അത് സീസൺ അല്ല, ലഡാക്കിൽ സീസൺ അല്ല, പക്ഷേ ആപ്രിക്കോട്ട് കഴിക്കണം എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലെ ഓരോ ആപ്സ്, ഗ്രോസറി സ്റ്റോർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപ്പുകൾ നമ്മൾ നോക്കും. അതേപോലെ പുള്ളിക്കാരി നോക്കിയപ്പോൾ ഒരു ആപ്പ് കാണുന്നു. അപ്പോൾ ആപ്രിക്കോട്ടായിട്ടോ, ആപ്രിക്കോട്ടായി ഒരു ആപ്പ്, ഷീൻ എന്നാണ് പേര്. അപ്പോൾ മറ്റേ ഷീൻ ആപ്പ് അത് ക്ലോത്തിങ് ആപ്പാണ്, പക്ഷെ അത് ബാൻ ചെയ്തു ഇന്ത്യയിൽ. അതേ ആപ്പാണെന്ന് വിചാരിച്ചാൽ മതി, പക്ഷേ സ്പെല്ലിംഗ് മാത്രം ചെറിയ വ്യത്യാസം, ഷീൻ ആപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ ഓർഡർ കിട്ടിയ സമയത്ത് ആപ്രിക്കോട്ട് അവർക്ക് തിരിച്ചു കൊടുത്തില്ല, പകരം എന്ത് കൊടുത്തു, അതിൻ്റെ ഇലയും മുള്ളും അങ്ങനെയുള്ള സംഭവങ്ങളാണ് തിരിച്ചു കൊടുത്തത്. തോൺസ്, മുള്ളിലെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം, തോണെന്നല്ലേ. അപ്പോൾ തോണാണ് തിരിച്ചയച്ചു കൊടുത്തത്, ആ ഒരു ദേഷ്യമുള്ളതുകൊണ്ട്. അപ്പോൾ 4. അപ്പോൾ ആമിന എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പശ്മിന. ഓക്കെ, പശ്മിന. പശ്മിന എന്ന് പറയുന്നത് എന്തായിരുന്നു, വൂളാണ് കേട്ടോ. അത് വൂൾ വെറൈറ്റിയാണ്. ചാങ്താങ്ങി ഗോട്ടിൻ്റെ ആ ഒരു ഗോട്ടിൻ്റെ ഫൈബറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വൂളാണ് പശ്മിന എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ആപ്രിക്കോട്ട് കഴിക്കാൻ ആഗ്രഹം, അപ്പോൾ ആപ്രിക്കോട്ട്, അത് അങ്ങനെ തന്നെ ഓർത്തോളും. അടുത്തത് ഷീൻ. ഷീൻ എന്ന് പറയുമ്പോൾ ഷിൻസ്കോസ്, നമ്മൾ പറഞ്ഞിരുന്നില്ലേ വുഡ് കാർവിങ്സ്, ലഡാക്ക് ഷിൻസ്കോസ് എന്ന് പറഞ്ഞിരുന്നു, ലഡാക്ക് ഷിൻസ്കോസ്. അപ്പോൾ ലഡാക്ക് ഷിൻസ്കോസ് ആയി. അതിനുശേഷം തോണാണ് കൊടുത്ത് തിരിച്ചയച്ചത്, തോണാണ്. അപ്പോൾ സി ബക്തോൺ, അങ്ങനെ ഓർത്തിരിക്കുക, സി ബക്തോൺ. ഓക്കെ, അപ്പോൾ 4 പ്രൊഡക്ട്സ് ലഡാക്കിൽ നിന്ന്. അടുത്തത് നമ്മൾ പോകുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ്. ഉത്തരാഖണ്ഡിൽ ഒത്തിരി അധികം പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട്, 18 പ്രൊഡക്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോവാം, ഇമ്പോർട്ടൻ്റ് ആയതിൻ്റെ മാത്രം സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറയുന്നുള്ളൂ. ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അൽമോര ലഖോരി മിർച്ചി. മിർച്ചി അല്ലെങ്കിൽ മിർച്ച്. മിർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഹിന്ദിയിൽ മിർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് എന്നാണ് അർത്ഥം. മുളകാണ്, നമ്മുടെ കാന്താരിയെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു മുളകാണിത്. അപ്പോൾ അൽമോര എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് അൽമോര എന്ന് പറയുന്നത്. അതുപോലെ ലഖോരി എന്ന് പറയുന്നത് എന്താ, ലഖോരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു വില്ലേജിൻ്റെ പേരാണ് ലഖോരി എന്ന് പറയുന്നത്. പിന്നെ മിർച്ച് എന്ന് പറഞ്ഞാൽ മുളകാണ്. ഇതുപോലെ യെല്ലോ കളറാണ്. ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് അങ്ങനെ പറയാനൊന്നുമില്ല, യെല്ലോ കളറാണ്, ഒത്തിരി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, നല്ല എരിവാണ്, അത്രയ്ക്കുള്ളൂ. പേര് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസസ് കുറവാണ്, കാരണം അൽമോര എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റിൻ്റെ പേര്, ഇത് വില്ലേജിൻ്റെ പേര്. മിർച്ച് എന്ന് പറഞ്ഞാൽ മുളകെന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് ബിച്ചു ബൂട്ടി ഫാബ്രിക്സ്. ഒരു തുണി, ക്ലോത്തിങ്ങിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പശ്മിന വൂള് പഠിച്ചിരുന്നു, അപ്പോൾ അത് മറന്നു പോകരുത്. അതേപോലെ ബിച്ചു ബൂട്ടി ഫാബ്രിക്സ്. ബിച്ചു ബൂട്ടി ഫാബ്രിക്സ് എന്ന് പറയുന്നത് ഇതേപോലെ എന്താണ്, ഏത് ഫൈബറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. മറ്റേത് നമ്മൾ പറഞ്ഞിരുന്നു എന്താ, ചാങ്താങ്ങി ഗോഡ് വെറൈറ്റിയുടെ അനിമൽ ഫൈബറിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ബിച്ചു ബൂട്ടി ഫാബ്രിക്സ് എന്ന് പറയുന്നത് ഏത് ഫൈബറിൽ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ നെറ്റിൽ ഫൈബറിൽ നിന്നാണ് ബിച്ചു ബൂട്ടി ഫാബ്രിക്സ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അവർ കുറേ പ്രിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ കൂടുതൽ പ്രിൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്വാസ്തിക് സൂരജ്, അല്ലെങ്കിൽ സൂരജ് എന്ന് പറഞ്ഞാൽ സൺ. അപ്പോൾ സ്വാസ്തിക് സൺ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ബെൽസ്, ഓം എന്നൊക്കെയുള്ള സൈനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് അവർ കൂടുതലും പ്രിൻസ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഏത് ഫൈബറാണെന്ന് ഓർത്ത് വയ്ക്കുക, ഹിമാലയൻ നെറ്റിൽ ഫൈബറാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്തത് ഉത്തരാഖണ്ഡ് മാണ്ഡുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാണ്ഡുവ ഓർ മൻഡുവ എങ്ങനെയാണെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. ഒരു ഫിംഗർ മില്ലറ്റാണ്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിവിടെ റാഗി, ഗോതമ്പ് അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പോൾ അതേപോലെയുള്ള ഒരു വെറൈറ്റിയാണ്, ഒരു ഫിംഗർ മില്ലറ്റാണ് ഈ മൻഡുവ അല്ലെങ്കിൽ മാണ്ഡുവ എന്ന് പറയുന്നത്. ഇതുപോലെ എന്താ പറയുക, ന്യൂട്രീഷ്യസ് ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അടുത്തത് ചമോളി വുഡൻ രമൻ മാസ്ക്. അപ്പോൾ ചമോളി വുഡൻ രമൻ മാസ്ക് എന്ന് പഠിച്ചു വെക്കണം. ചമോളി എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരാണ്. അഗെയിൻ വുഡൻ എന്ന് പറഞ്ഞാൽ അത് വുഡ്, മരം കൊണ്ടാണ് ആ മാസ്ക് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വുഡൻ മാസ്ക്. അടുത്തത് എന്താ, രമൻ മാസ്ക്, അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഈ ഉത്തരാഖണ്ഡിലുള്ള ഒരു ഫെസ്റ്റിവലിൻ്റെ പേരാണ് രമൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. രമൻ ഫെസ്റ്റിവൽ. അപ്പോൾ ഈ രമൻ ഫെസ്റ്റിവലിൽ കൂടുതലും ഐതിഹ്യങ്ങൾ, മിഥോളജിക്കൽ ക്യാരക്ടേഴ്സിനെയൊക്കെ അവരിങ്ങനെ പോർട്രേ ചെയ്യും, ഡ്രസ്സൊക്കെ ചെയ്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു ടെയിൽ, ഏതെങ്കിലും ഒരു സ്റ്റോറി അതിൻ്റെ ബാക്ക് സ്റ്റോറി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതുപോലെ പോർട്രേ ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ ഈ മാസ്ക് അതിനു വേണ്ടിയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ ഡെപിക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരെന്ത് ചെയ്യുന്നു, മാസ്കുകൾ ഉണ്ടാക്കുന്നു. മാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇപ്പോൾ പറയപ്പെടുന്നത് ഈ മാസ്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ പൂജ ചെയ്യില്ലേ, പ്രസാദം കൊടുക്കുക അല്ലെങ്കിൽ പൂജ അങ്ങനെ ചെയ്യുക, അതുപോലെ ഈ മാസ്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കാഴ്ചവെക്കുന്നൊക്കെയാണ് പറയുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. രമൻ മാസ്ക് രമൻ ഫെസ്റ്റിവലായിട്ട് ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക.
അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നൈനിത്താൾ മോംബത്തി. മോംബത്തി എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽസ്. ഇപ്പോൾ നമ്മൾ അഗർബത്തി എന്നൊക്കെ പറയുമ്പോൾ എന്താ, ചന്ദനത്തിരി. അതുപോലെ മച്ചർബത്തി എന്നൊക്കെ പറഞ്ഞാൽ കൊതുക് തിരി. അതുപോലെ മോംബത്തി എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽസ് ആണെന്ന് ഓർത്താൽ മതി. നൈനിത്താൾ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേരാണ്, ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ്. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ മോംബത്തി ക്യാൻഡിൽസ് എന്തുകൊണ്ടാണ് ഇത് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സെൻറ്റാണ്, നല്ല മണം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളർ, ഡിഫറെൻറ്റ് ഡിസൈൻസിലും അതുപോലെ അതിൻ്റെ ഉണ്ടാക്കുന്ന ഒരു മേക്കിംഗ് പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇതിനെ ബാക്കിയുള്ള ക്യാൻഡിൽസിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം നൈനിത്താൾ മോംബത്തി. അടുത്തത് രംഗ്വാലി പിച്ചോഡ ഓഫ് കുമയോൺ. കുമയോൺ റീജിയൻ, കുമയോൺ എന്ന് പറയുന്ന സ്ഥലത്തിലെ രംഗ്വാലി എന്ന് പറഞ്ഞാൽ എന്താ, ഒത്തിരി കളർ, രംഗ് എന്ന് പറഞ്ഞാൽ കളർ എന്നർത്ഥം. അപ്പോൾ ഒത്തിരി നിറങ്ങളുള്ള പിച്ചോഡ. പിച്ചോഡ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സാരിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്തിങ് അല്ലെങ്കിൽ ക്ലോത്ത് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് രംഗ്വാലി പിച്ചോഡ ഓഫ് കുമയോൺ എന്ന് പറയുന്നത്. ഇതൊക്കെ നോട്ട് ചെയ്ത് പോയാൽ മതി, പേര് പഠിച്ചാൽ തന്നെ മതിയാവും. സ്പെഷ്യൽ ഫീച്ചേഴ്സ് അങ്ങനെ അധികം ഒന്നും പറയാനില്ല, ഇമ്പോർട്ടൻ്റ് ആയത് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ലിഖായി. ലിഖായി ഇമ്പോർട്ടൻ്റ് ആണ്. ലിഖായി എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ ആൻഷ്യൻ്റ് ആയിട്ട് വളരെ നാളുകളായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്ന, ഉത്തരാഖണ്ഡിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു മരത്തിൽ ചെയ്തെടുക്കുന്ന ഒരു ഹാൻഡിക്രാഫ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു വസ്തുവാണ്. ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീടുകളുടെ ജനലുകൾ അതുപോലെ വാതിലുകൾ ഇതിലെന്ത് ചെയ്യുന്നു, ഈ ഡിഫറെൻറ്റ് പാറ്റേൺസിൽ ഇവർ ഹാൻഡിക്രാഫ്റ്റ് കൈകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നു. ചെയ്തെടുത്തതിന് ശേഷം അവർ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്യുന്നു. ബ്ലൂ കളർ പെയിൻ്റാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ലിഖായി. വുഡ് കാർവിംഗ് ഇൻ കുമയോൺ. അഗെയിൻ കുമയോൺ റീജിയൻസിലാണ് ഇത് കൂടുതൽ ഫേമസ്. കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുമയോൺ റീജിയൻസിലാണ്. അപ്പോൾ ഇതും എന്താണ്, ഹാൻഡിക്രാഫ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അടുത്തത് ഇത് രണ്ടെണ്ണം, രാംനഗർ നൈനിത്താൾ ലിച്ചി, അതുപോലെ തന്നെ രാംഗഡ് നൈനിത്താൾ പീച്ചസ്. അപ്പോൾ ലിച്ചീസ് ആൻഡ് പീച്ചസ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ലിച്ചി, അപ്പോൾ ലിച്ചി എന്ന് പറഞ്ഞാൽ ഒരു പഴം, പീച്ചസ് എന്ന് പറഞ്ഞാലും പഴമാണ്. അപ്പോൾ ഈ ബാക്കി രാംഗഡ് നൈനിത്താൾ എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരാണ്, ഡിസ്ട്രിക്റ്റ് ആൻഡ് അഗെയിൻ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസിൽ നിന്നും ഏതിന് കിട്ടിയിട്ടില്ല, ഏതിന് ജെയ്റ്റാക്കി കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടെണ്ണം. അടുത്തത് പറയാനുള്ളത് പഹാരി തൂർദാൽ. പഹാരി ഓർ പഹാടി തൂർദാൽ. അപ്പോൾ പഹാരി മിനിയേച്ചർ പെയിൻറ്റിങ് ആ സ്റ്റൈൽ നമ്മൾ പഠിച്ചിരുന്നു, ബസോളിക് പെയിൻറ്റിങ് പഠിച്ചപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് പഹാരി തൂർദാൽ. ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ്. അപ്പോൾ പരിപ്പിൻ്റെ വെറൈറ്റിയിൽ വരുന്ന ഒരു ഐറ്റമാണ് പഹാരി തൂർദാൽ എന്ന് പറയുന്നത്. അഗെയിൻ PGN എന്ന് പറയുന്ന ഫാമിലിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ തൂർദാൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മാൾട്ട ഫ്രൂട്ട്. മാൾട്ട ഫ്രൂട്ട് കാണുമ്പോൾ തന്നെ അപ്പിയറൻസിൽ എന്താണ്, ഓറഞ്ചിനെ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഓറഞ്ചിൻ്റെയൊക്കെ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം മാൾട്ട ഫ്രൂട്ട്. ഇതുപോലെ തന്നെ റിച്ച് ഇൻ വൈറ്റമിൻ സി, ഓറഞ്ചിനെ പോലെ ഇരിക്കുന്നു. അത്ര ഓർത്താൽ മതി. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ബുറാൻഷ് ജ്യൂസ് എന്ന് പറയുന്നത്. ബുറാൻഷ് ജ്യൂസ് ഈ കാണുമ്പോൾ ചെമ്പരത്തി പോലെ ഇരിക്കുമെങ്കിലും അത് ചെമ്പരത്തി അല്ല. ആ ഒരു ട്രീ അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ പേര്, ആ ഒരു ട്രീയുടെ പേരെന്ന് പറയുന്നത് എന്താണ്, റോഡോഡെൻഡ്രോൺ അർബോറിയം. റോഡോഡെൻഡ്രോൺ അർബോറിയം എന്നാണ് ആ ഒരു ചെടിയുടെ പേര്. അപ്പോൾ ആ ഒരു ചെടിയിൽ നിന്നുണ്ടാവുന്ന ഈ ഫ്ലവറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നു, ഫ്ലവറിൽ നിന്ന് ലീഫിൽ നിന്നും ഫ്ലവറിൽ നിന്നും ജ്യൂസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഈ ജ്യൂസ് പല പർപ്പസിനും നമ്മൾ കൺസ്യൂം ചെയ്യാനും അതുപോലെ തന്നെ മെഡിസിനൽ യൂസിനൊക്കെ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ബുറാൻഷ് ജ്യൂസ്, ബുറാൻഷ് എന്നാണ് പേര്. ഓക്കെ, അടുത്തത് ഉത്തരാഖണ്ഡ് ലാൽ ചാവൽ. ലാൽ ചാവൽ നമ്മൾ പാലക്കാടൻ മട്ട എന്നൊക്കെ പറയുന്ന പോലെ ഉത്തരാഖണ്ഡ് ലാൽ ചാവൽ. ലാൽ ചാവൽ, ലാൽ എന്ന് പറഞ്ഞാൽ എന്താ, റെഡ്, ചാവൽ എന്ന് പറഞ്ഞാൽ അരി, റൈസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതും അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. റെഡ് റൈസ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ലാൽ ചാവൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനൊരു ബ്രൗണിഷ് റെഡ് അപ്പിയറൻസ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പിഗ്മെൻറ്റിൻ്റെ കാരണം കൊണ്ടാണ്. ആ പിഗ്മെൻറ്റിൻ്റെ പേര് വേണമെങ്കിൽ ഓർത്തിരിക്കുക, ആന്തോസയാനിൻ എന്നാണ് പേര്, ആന്തോസയാനിൻ. അപ്പോൾ ആന്തോസയാനിൻ എന്ന് പറയുന്ന ഫാമിലി, ആ ഒരു പിഗ്മെൻറ്റ് ഒരു ഫാമിലിയിൽ വരുന്ന ഒരു പിഗ്മെൻ്റാണ് ആന്തോസയാനിൻ എന്ന് പറയുന്നത്. ഇത് അഗെയിൻ pH ഡിപ്പെൻഡൻ്റ് ആണ്. pH ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്ന സമയത്ത് pH-നനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ വേറെ കോമ്പൗണ്ട്സ്, വേറെ പ്രൊഡക്ട്സ് ഇത് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിലും ഇതേ കളർ തന്നെ കൊടുക്കണമെന്നില്ല, pH ഡിപ്പെൻഡൻ്റ് ആണ്. അത് മാത്രം ഓർത്തിരിക്കുക. അടുത്തത് പറയാനുള്ളത് ഉത്തരാഖണ്ഡ് കാലാഭട്ട്. കാല മീൻസ് കറുപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക്. ഭട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സോയാബീൻ എന്നാണ് അർത്ഥം. ബ്ലാക്ക് ഭട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സോയാബീൻ എന്നാണ്. ഇതുപോലെ ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. ആന്തോസയാനിൻ ഇതിലും പ്രസൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്താണ്, വളരെ എന്താ പറഞ്ഞത്, ഡിഫറെൻറ്റ് കളർ തരുന്നത് അതുകൊണ്ടാണ്. ഡിഫറെൻറ്റ് സ്ട്രക്ചർ, pH ഒക്കെ കണ്ടീഷൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് കളർ തരുന്നു. ഇത് ഓർത്ത് വെച്ചാൽ മതി, ഉത്തരാഖണ്ഡ് കാലാഭട്ട്. ഓക്കെ, അടുത്തത് ഗഹത്ത്. ഗഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിര, പൾസ് വെറൈറ്റിയിൽ വരുന്നതാണ് ഗഹത്ത് എന്ന് പറയുന്നത്. പൾസാണ്.
അത് ഓർത്തിരുന്നാൽ മതി. എക്സ്ട്രാ ഒന്നും പറയാനൊന്നുമില്ല അതിൽ. ഓക്കെ, അടുത്തത് ജങ്കോര ഹോം ഗ്രൗണ്ട് മില്ലറ്റ്. അപ്പോൾ മില്ലറ്റാണ്, നമ്മൾ നേരത്തെ ഒരു മില്ലറ്റ് പഠിച്ചിരുന്നു, ഓർത്തെടുക്കുക. ജങ്കോര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ജങ്കോര ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നത് പല സോഴ്സിൽ നിന്നാണ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് മെയിൻ സോഴ്സാണ്. കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ATP ഉണ്ടാക്കുന്നു, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് എനർജി സോഴ്സസ് ആണ്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ അളവ് കൂടുന്ന സമയത്ത്, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്താണ് നമുക്ക് ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് നമ്മുടെ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. ചോറാണെങ്കിലും അതുപോലെ തന്നെ ഗോതമ്പ് അങ്ങനെയുള്ള വെറൈറ്റീസ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷേ അഗെയിൻ ഇതിൽ ഗ്ലൂക്കോസിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയും വളരെ കുറവാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്തതിന് ശേഷം ഇത്ര സമയത്തിനുള്ളിൽ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്ര കൂടുന്നു എന്നുള്ളതിനാണ് ആ ഒരു ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കുറവാണ്, വളരെ കുറഞ്ഞ അളവിൽ നമ്മുടെ ഗ്ലൂക്കോസ് ശരീരത്തിൽ കൂട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റിപ്ലേസ്മെൻ്റ് ആണ് ഈ ജങ്കോര ഹോം ഗ്രൗണ്ട് മില്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തിരിക്കുക. അടുത്തത് ബെറിനാഗ് ടീ. ഇപ്പം നമ്മൾ നേരത്തെ ഡാർജിലിംഗ് ടീ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ബെറിനാഗ് ടീ എന്ന് പറയുന്നത് ഇതുപോലെ അതിൻ്റെ പ്രോസസ്സിങ് കളക്ട് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുന്ന രീതി, അതൊക്കെയാണ് ബാക്കിയുള്ള ടീ ലീവ്സിൽ നിന്നും അല്ലെങ്കിൽ ടീ വെറൈറ്റീസിൽ നിന്നും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ അവസാനത്തെ പ്രൊഡക്റ്റാണ് ചൗലായ്. അല്ലെ, ഇപ്പോൾ ഇതിന് 4 പേരുകളുണ്ട്. ചൗലായ് എന്നറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ രാംധന, അല്ലെങ്കിൽ രാജ്ഗിര ഓർ അമർനാഥ്. ഓക്കെ, അപ്പോൾ ഇത് ഫുഡ് ഗ്രെയിൻ ആണ്. ഫുഡ് ഗ്രെയിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓരോ റിച്വൽസിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ നമ്മൾ വ്രതങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എന്താണ് കഴിക്കാൻ നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലും പ്രസാദമൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ചൗലായ് അല്ലെങ്കിൽ രാംധന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. GI ടാഗ്സ് ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ കവർ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്തിട്ട് മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് വരിക. ഇതുപോലെ ഒത്തിരി റൈസ് വെറൈറ്റീസ്, മാംഗോ വെറൈറ്റീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മറ്റു പല സ്റ്റേറ്റുകളിലും പഠിക്കും. അപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.